പൂന്റെ മണം. പക്ഷെ ഇവിടെ അതിന്റെ ചെടിയൊന്നും കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് അനു. എന്റെ നിന്റെ അമ്മ ഇന്ന് വന്നില്ലേ? നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അമ്മ ഭക്ഷണം എടുത്തോണ്ട് പോയി. ഞാൻ ഇത് പറിക്കാൻ വേണ്ടി വന്നതാ. ഈ പൂന്റെ മണം എന്നെ മയക്കെടുക്കുന്ന പോലെ ഉണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടം. ഈ പൂ പ്രേതത്തിന് ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ പ്രേതാണെന്നും കൂടെ കൂട്ടിക്കോ. സൂര്യ, I don't mind. No, സൂര്യ. എന്തോ ജ്യോതി? ഞാൻ അവിടെ എന്തോ കണ്ടു സൂര്യ. അനന്തോന്റെ കൂടെ കൂടി ഞാനും ഇങ്ങനെയായി. ശരി, വാ പോവാം. ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇവിടെ ഒരുപാട് ആത്മാക്കളുണ്ടെന്ന്. ആത്മാവോ? ആത്മാവല്ലേ എങ്ങനെയാ? മനുഷ്യരുടെ ആത്മാവ് ഇവിടെ വെച്ച് മരിച്ചു പോയവരുടെ ഇതാ. അമ്മ ഇടയ്ക്ക് പറയുന്ന കേൾക്കാം ഇവിടെ കുറെ ആത്മാക്കൾ കറങ്ങി നടപ്പുണ്ടെന്ന്. അയ്യോ, അയ്യോ, ഞാൻ വെറുതെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നെന്ന് നോക്കുമായിരുന്നു. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കണം. അയ്യോ ദൈവമേ, ആഞ്ജനേയ നമഃ, ആഞ്ജനേയ നമഃ, ആഞ്ജനേയ നമഃ. അയ്യോ, എന്താടാ നീ വീണ്ടും നിന്റെ മുഖം കണ്ണാടി കണ്ടോ? എന്തിനാ ഇങ്ങനെ ഓടി വന്നേ? അവള് 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 എന്റെ പിറകെയായിരുന്നു ഉള്ളേ. പക്ഷെ അങ്ങനെ കണ്ണാടിയിൽ കണ്ടില്ല. എന്താ കണ്ണാടിയിൽ നീ എന്ത് കണ്ടുന്നാ പറയുന്നേ? അവള് തന്നെയാ, അനുഷ്യ. അവളെന്റെ പിറകെ ഉണ്ടായിരുന്നേ. അവൾക്ക് ആ ചോരയാ വേണ്ടത്. അയ്യോ, ഞാൻ പറയുന്നത് വിശ്വസിക്കേ, അവള് തീർച്ചയായും ഒരു പ്രേതമാ. കൺഫേം. എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു അവളും പ്രേതമാ, അവളുടെ അമ്മയും പ്രേതമാ. അതൊരു പ്രേത കുടുംബമാ. നീ എന്താ ചിരിക്കുന്നേ? അടുത്ത അവളുടെ അച്ഛൻ പ്രേതം കൂടെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കും. ഇപ്പോ ഉള്ളത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. അങ്ങേര് എന്നെ കണ്ട് പേടിച്ചു പോയി. ഞാൻ വേണമെന്ന് വെച്ചല്ല ചെയ്തത്. അങ്ങേര് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് അടുത്ത് പോയി നോക്കിയതാ. ഞാൻ വന്നത് അദ്ദേഹം കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് പുറകെ നിൽക്കുന്നത് കണ്ടപ്പോ അങ്ങേര് പേടിച്ചു പോയതാ. ദയവീത് എന്നോട് ക്ഷമിക്കണം. ഈ അനന്ത് എപ്പോഴും സ്വപ്നലോകത്ത് തന്നെ ആയിരിക്കും. നിങ്ങളൊരു വലിയ പ്രേതാണെന്ന് അവൻ പറയുന്നത്. നിങ്ങൾ അവന്റെ രക്തം കുടിക്കാൻ വന്നതാത്രേ. നിങ്ങളെ കണ്ണാടി കണ്ടിട്ട് പോലും അവന് കാണാൻ പറ്റിയില്ലെന്ന്. തൊട്ടടുത്ത് ഇങ്ങനെ നിന്നിട്ട് പോലും കാണാൻ പറ്റുന്നില്ല അത്രേ. അനു എങ്ങോട്ടേക്കാ പോന്നെ? അനു, ഇവൾക്ക് എന്ത് പറ്റി? അനു എങ്ങോട്ടേക്കാ? മര്യാദയ്ക്ക് അവളോട് ഇപ്പൊ നീ സോറി പറ. അതെ, നീ മാപ്പ് ചോദിച്ചേ പറ്റൂ. You really hurt her, അനന്തു. നിനക്ക് കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. നീ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുകയാണ്.
ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്താ ശരിയല്ലേ? I think his motherboard is gone. ഐ എം സോറി എടാ. ഞങ്ങളുടെ അടുത്തല്ല, അവളോട് പറ. ഐ എം വെരി സോറി. ആ ഗ്ലാസിങ് തന്നെ. എനിക്ക് ഒന്ന് മതി. രാജു സർവ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഓവറായിട്ട് വെട്ടി വിഴുങ്ങല്ലേ. ഇല്ലല്ലേ, ഞാൻ ഡയറ്റിലുള്ള. നീ എന്നെ പേടിക്കണം, നിന്നൊന്നും പറയില്ല. നീ ലെജൻഡ് അല്ലേ. എടാ സൂരി, വെള്ളം ഇറക്കിയത് മതി. ആ രാജു കാലത്ത് വരില്ലേ? പഴയ വീട്ടിലേക്ക് അപ്പോഴല്ലേ പോകാൻ പറ്റൂ? ആ വീട് എവിടെയാ ഉള്ളത്? സ്ഥലം അറിയാം, പക്ഷെ കീസ് വേണം. രാജു പറഞ്ഞു ആ വീട് നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് കീസ് മേടിച്ചോണ്ട് വരാന്ന്. അവര് കൊറേ ദൂരമാണത്രേ. എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വെള്ളം തരുമോ അനുഷ്യ? അവളെ എല്ലാരും അനുന്നാ വിളിക്കുന്നത്, അറിയോ? അനു സിയ. ഫുഡ് ശരിക്കും നന്നായിരുന്നു അല്ലേ? വളരെ നന്നായിരുന്നു. സെർവ് ചെയ്ത പെണ്ണും അല്ലേ? അതെയോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ചുമ്മാ അഭിനയിക്കല്ലേ. നീ വായി നോക്കിയതേ ഞാനും കണ്ടു. ഇപ്പോഴും അത് മോത്തുണ്ട്. എടിയൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നോ? ഇല്ല, നീ പോയിക്കോ, ഞാൻ കുറച്ചിട്ട് വരാം. ഓക്കെ ദെൻ. ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങള് നാളെ രാവിലെ വരാം. അവർക്ക് ചപ്പാത്തി വേണമെങ്കിൽ ഞങ്ങള് ഉണ്ടാക്കി വരാം. ഓ ഗ്രേറ്റ്. എനിക്കും ചപ്പാത്തി ഒരുപാട് ഇഷ്ടാ. ഗുഡ് നൈറ്റ് അനു. ഞാനെന്നാ ഇറങ്ങട്ടെ ഏട്ടാ. എന്താ പറഞ്ഞേ? പോയിട്ട് വരാന്ന് പറഞ്ഞതാ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും തെറ്റല്ല, അത് ഡേഞ്ചറസാ. ഡേഞ്ചറസോ? അവളാണോ ഡേഞ്ചറസ്, അതോ അവളോട് അട്രാക്ട് ആവുന്നതാണോ? രണ്ടും തന്നെയാ. ഇതെന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാനും തുറച്ചു നോക്കാം. എന്താ ഇത് എല്ലാവരും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ? എല്ലാവരും എന്നെ തന്നെയാണല്ലോ നോക്കി നിൽക്കുന്നത്. ഇവരൊക്കെ ആരാ? ശാസ്ത്രി, നിന്റെ മകനെ ഞാൻ ജയിക്കാൻ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ? ഞാൻ ആരാധന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കസ്തൂരി, കസ്തൂരി മഹാൽ, ഓർക്കുന്നുണ്ടോ? ഞാൻ നിന്നെ കൊല്ലില്ല ശാസ്ത്രി. ജീവിതകാലം മുഴുവനും നീ കിടപ്പിലായിരിക്കും. ഒന്ന് അനങ്ങാൻ പോലും പറ്റാണ്ട്, മിണ്ടാൻ പോലും പറ്റാണ്ട്.
എന്നെ എങ്ങനെ ആ പുസ്തകത്തിൽ നീ തളച്ചിട്ടോ അതുപോലെ തന്നെ നീയും കിടക്കും. എന്നെ നീ എന്റെ ആദിത്യയിൽ നിന്നും എന്നേക്കുമായി അകറ്റുകയും ചെയ്തു. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. ഇപ്പൊ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. നിന്റെ മകൻ ഇനി തിരിച്ചു വരില്ല. ഇതിന് രണ്ടുപേരുടെ ആവശ്യമുണ്ടോ? വരൂ വരൂ വരൂ. ഇത് പാർവതി അമ്മ, ഇത് അവരുടെ മകള് അനുഷ്യ. ഹൈവേ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ കണ്ടിരുന്നു. ഞങ്ങളും ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ലേ? അതെന്റെ ചേട്ടനാണ്. അവര് ബാംഗ്ലൂരേക്ക് പോയി. അവിടെ അവര് ജോലി ചെയ്യുന്നത്. ഇവരെ ഭർത്താവ് മിലിറ്ററിയിലെ പാചകക്കാരനാ. ഇവരിവിടെ അടുത്താ താമസം. പാചകം ചെയ്യുമെന്ന് ചോദിച്ചതിന് ഇവര് പാചകം ചെയ്ത് തരാന്ന് പറഞ്ഞു. ദേ ലുക്ക് സോ ഡീസെന്റ് ആൻഡ് വെൽ ടു ഡു. അവര് പാചകം ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ എന്താ മാഡം, അങ്ങനെ ഒന്നും അല്ല. വീട്ടില് പാചകം ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ആർമി ഫാമിലി അല്ലേ? ഞങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ? അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് അവളുടെ പാചകം ഒരുപാട് ഇഷ്ടപ്പെടും. എടാ, കസ്തൂരി, ഇപ്പൊ ഓർമ്മ വന്നോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് കസ്തൂരി. ഒരു രാജകുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവളൊരു പ്രേമത്തിലകപ്പെട്ടു. ആദിത്യ എന്നൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. ആ പയ്യനും ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ആദിത്യന്റെ അമ്മയച്ഛനും അവരുടെ രണ്ടുപേരുടെ സ്നേഹം അംഗീകരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്നറിഞ്ഞൂടാ. കസ്തൂരിയുടെ കുടുംബക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ആദിത്യന്റെ കൂട്ടുകാർ കുറച്ച് വലിയ കൂട്ടരായിരുന്നു. അങ്ങനെ അവര് ഒരു മന്ത്രവാദിയുടെ സഹായം തേടി. ഇത് നോക്കിയേ, അവർ കേട്ടാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ദുഷ്ടശക്തികളുടെ സഹായത്തോടെ കസ്തൂരിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു. ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. കസ്തൂരിയുടെ ആത്മാവ് ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു ബുക്കിൽ അതിനെ കെട്ടിബന്ധിച്ച് അത് ഒളിപ്പിച്ചു വെച്ചു. എന്ന് ആ ബുക്ക് നിന്റെ കയ്യിൽ വന്നോ, അപ്പൊ സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാം സംഭവിച്ചു. എത്രയോ വർഷത്തോളം മറച്ചു വെക്കപ്പെട്ട ആ ബുക്ക് ഒരു മന്ത്രവാദിയുടെ മന്ത്രശക്തിയിൽ നിന്ന് മോചിക്കപ്പെട്ട് അതിൽ ബന്ധിച്ചിരുന്ന കസ്തൂരിയുടെ ആത്മാവ് പുറത്തേക്ക് വന്നു. അവളിപ്പോ ആദിത്യനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവൾക്കിപ്പോ അവനെ വേണം. അവന് വേണ്ടി അവൾ എന്ത് വേണേലും ചെയ്യും. അതുകൊണ്ട് അവളെ തടയണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ആ ബുക്കിൽ ചില ശ്ലോകങ്ങളുണ്ട്. അത് നമ്മൾ ഒച്ചത്തിൽ ഉച്ചരിച്ച അവളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ആത്മാവിനെ നമുക്ക് ഒതുക്കാം. ആ ബുക്കിനോടൊപ്പം അവളെയും എന്നേക്കുമായി പൂട്ടിവെക്കാം. എന്ത് ശ്ലോക അത്? ആ ശ്ലോകത്തിന്റെ പേജ് നമ്പർ അയ്യോ,
എന്താ സംഭവിച്ചേ? അറിയില്ല, ഇതിപ്പോ രണ്ടാമത്തെ തവണ ഇങ്ങനെ വീഴുന്നത്. അതെയോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ടെന്നേ. എന്റെ മാമനൊരു വൈദ്യരാണ്. അമ്മ ഇപ്പോഴും അദ്ദേഹത്തെ കാണിക്കുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം. ഇവരെ പൊക്കൂ, ചെയറിലിരുത്താം. എന്താ? എവിടെ നോക്കാൻ നോക്കി? കണ്ണ് തുറന്നല്ലേ ഇരിക്കുന്നേ. എന്നിട്ട് പ്രോബ്ലം എന്താ? അവരിപ്പോഴും അൺകോൺഷ്യസ് ആണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? നിങ്ങൾ കഴിക്ക്, ഞാൻ വിളമ്പാം. വേണ്ട, നീ ഇപ്പൊ നിന്റെ അമ്മേന്റെ ഒപ്പം നിൽക്ക്. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ആ അതെ അനു, നീ നിന്റെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കേ. ഉം. ഹലോ, എന്ത് പറ്റി നിങ്ങൾക്ക്? സഡൻ ആയിട്ട് സൈലന്റ് ആയല്ലോ. അത് പിന്നെ എനിക്ക് എന്റെ തല കുറച്ച് നല്ല ഭാരം കൂടിയ പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. നിങ്ങൾ ഇനിയും പേജ് നമ്പർ പറഞ്ഞില്ല. ഏത് പേജ് നമ്പർ? ഏ? എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ഈ ഫോട്ടോയിലുള്ള വീട് എവിടെയാ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ അടുത്ത് തന്നെയാ. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും, അത്ര തന്നെ. ഇതാ നിങ്ങളുടെ ഫോണ്. ആ എന്താ ഇത്? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാ എന്റെ യജമാന്റെ അമ്മ മരിച്ചുപോയി. അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, അതാ ലേറ്റായേ. അപ്പൊ ഇന്നൊരാൾ മരിച്ചാ ഇന്ന് തന്നെ ചരമവാർഷികം നടത്തുവോ? ഇവനെ കൊണ്ട് അവര് മരിച്ചിട്ട് 3 വർഷമായി. അത് നിങ്ങൾക്ക് തമാശയാണോ ഏട്ടാ? അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല സഹോദരാ. രാജ നിങ്ങൾ എല്ലാരെയും ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ചെലവാകും പുള്ളി തരാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാരെയും അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അതിനാ ചിരിച്ചേ. ഇതെനിക്ക് തമാശയായി തോന്നുന്നില്ല കേട്ടോ. ആനന്ദ്, ഇവനും കൂടെ ഇടയ്ക്ക് കയറി. നമുക്ക് ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാം. 10 മിനിറ്റിൽ ഇറങ്ങണം. ഒരു മിനിറ്റ്, ഞാൻ ഈ കാര്യം പറയണോ വേണ്ടയോന്നറിയില്ല. ആ വീട് ശരിയല്ല. ഇവിടെയുള്ളവരാരും അങ്ങോട്ടേക്ക് പോകാറേയില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ആ വീട്ടിൽ എന്താ പ്രശ്നം? ഞാൻ ദിവസം ആ വഴിക്കാ പോയും വന്നു ഇരിക്കുന്നേ. ഒരു പ്രശ്നവും ഇല്ല. ദേ നോക്ക്, പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അത്ര തന്നെ. അവിടെ ശരിയല്ല എന്നൊക്കെ പറയുന്നേ. ആഹാ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനത്തെ വീട് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിവേസ്, കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. കം ഓൺ, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഇല്ല സൂര്യ, നിങ്ങൾ പൊക്കോ. എനിക്ക് രാവിലെ തൊട്ട് തലവേദന എടുക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കുമോ നീ ഇവിടെ? ഞാൻ തനിച്ചോ? ഇവരുണ്ടാവില്ലേ? എന്താ ഉണ്ടാവില്ലേ?